ഫ്രണ്ട്സ്, JT കൊമേഴ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് മുഴുവൻ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ BComന്റെ മൂന്നാമത്തെ സെമസ്റ്ററിൽ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള കൺസൈൻമെന്റിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കൺസൈൻമെന്റ് എന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ്. എന്താണ് കൺസൈൻമെന്റ്? അത് വളരെ സിമ്പിളായി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ BCom പഠിക്കുന്ന മുഴുവൻ കുട്ടികളും നമ്മുടെ ചാനൽ കാണണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ എന്റെ ഓരോ വീഡിയോയും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കൺസൈൻമെന്റ് എന്ന ഭാഗത്തേക്ക് തന്നെ പോകാം. എന്താണ് കൺസൈൻമെന്റ്? നമുക്ക് ആ വാക്ക് തന്നെ ആദ്യം എടുക്കാം. കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഈ ഒരു പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൺസൈൻമെന്റ് എന്താണ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. കൺസൈൻമെന്റ് പറയുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് തരത്തിലുള്ള ബിസിനസ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണുള്ളത്. ഇവരെല്ലാം ഒരുപാട് മേജർ പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് വൺ ഓഫ് ദ പ്രോബ്ലം ആണ്, നിങ്ങൾക്കറിയാം, വോളിയം ഓഫ് സെയിൽ വർദ്ധിക്കുന്നില്ല എന്നത്. എന്നാൽ ഈ വോളിയം ഓഫ് സെയിൽ വർദ്ധിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത്, ഒരു മാർക്കറ്റ് നമുക്ക് എടുക്കാമെങ്കിൽ ആ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ, നിങ്ങൾക്കറിയാം, ഒരാൾ മാത്രമല്ല, ഒരു വലിയ രീതിയിൽ ഒരു കട്ട് ത്രൂ കോമ്പറ്റീഷൻ ഉള്ള മാർക്കറ്റിലാണ് ഓരോ ബിസിനസ്സുകളും ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് മാർക്കറ്റൈസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു 1 lakh പ്രോഡക്റ്റ് അല്ലെങ്കിൽ പീസ് ഓഫ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്ന ഒരു കൺസേൺ ആണെന്ന് വിചാരിക്കുക, ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക. സോ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 70,000 പീസ് ഓഫ് പ്രോഡക്റ്റ് മാത്രമേ ഇപ്പോൾ അവർക്ക് ഡിമാൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ. 1 lakh സപ്ലൈ ചെയ്യപ്പെടുകയാണ്, ഓർക്കണം, മാർക്കറ്റിലേക്ക്. പക്ഷെ അവിടെ ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾ വാങ്ങുന്നത്, സെയിൽ നടക്കുന്നത് ഏകദേശം 70,000 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഈ ബിസിനസ്സുകളൊക്കെ തന്നെയും ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാം? എങ്ങനെയാണ് ഈ പറയുന്ന വോളിയം ഓഫ് സെയിൽ വർദ്ധിപ്പിക്കുന്നത്, അതിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും, ആ മാർക്കറ്റിൽ കച്ചവടം നടന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മാർക്കറ്റ് തേടണം. ശരിയാണ്, മറ്റൊരു മാർക്കറ്റ് തേടാം. മറ്റൊരു മാർക്കറ്റ് തേടണം എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസ്സുകാർക്കും അതുപോലെ മറ്റുള്ള വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നത് പോലെ ഒരു ബിസിനസ് ഉണ്ടാക്കുവാൻ, പ്രത്യേകിച്ച് ഒരു പുതിയ ബിസിനസ് വെഞ്ചർ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലോ കർണാടകയിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ UP യിലോ ഒക്കെ പോയി നമുക്കൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ മാർക്കറ്റ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യപ്പെടുന്നത്? ഈ ചിന്തയിൽ നിന്നിട്ടാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കൺസൈൻമെന്റ് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൺസൈൻമെന്റ് സിംപ്ലി മീൻസ് എ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ സെയിൽ ഓൺ കമ്മീഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ ഹൂ സെൻഡ് ദ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒരു ചെറിയൊരു എക്സാമ്പിളോടെ മനസ്സിലാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ A എന്ന് പറയുന്ന ഒരാളെ എടുക്കുന്നു, മിസ്റ്റർ A. ഇദ്ദേഹമാണെങ്കിൽ ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് തുണിത്തരങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് അദ്ദേഹത്തിന്റെ തന്നെ ഇവിടെയുള്ള സ്ഥാപനത്തിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അദ്ദേഹത്തിന് ഒരു മാർക്കറ്റ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇവിടെ ഈ മാർക്കറ്റിൽ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും, സപ്ലൈ ചെയ്യുന്ന അത്രയും ഡിമാൻഡ് ചെയ്യപ്പെടുന്നില്ല. സ്വാഭാവികമായും അദ്ദേഹം മാർക്കറ്റ് തേടി നടക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു മറ്റൊരു വ്യക്തിയെ കണ്ടെത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേര് B എന്ന് ഞാൻ എടുക്കുന്നു. സോ B എന്ന് പറയുന്ന, മിസ്റ്റർ B എന്ന് പറയുന്ന ഒരാളെ കാണുന്നു. ഇദ്ദേഹം ബോംബെയിൽ ഉള്ള ആളെന്ന് വിചാരിക്കുക. അപ്പൊ ബോംബെയിൽ സ്ഥിതി ചെയ്യുന്ന B എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുന്നു. അയാളുമായി സംസാരിച്ച് ചോദിക്കുകയാണ്, ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് തുണിത്തരങ്ങൾ, അത് ബണ്ടിൽ കണക്കിന് ഇത്ര രൂപയുടെ തുണിത്തരങ്ങൾ ഞങ്ങൾ B എന്ന് പറയുന്ന വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാം. നിങ്ങൾ അത് വിറ്റുമാറ്റാമോ? അങ്ങനെ വിറ്റുമാറ്റിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ വിറ്റുമാറ്റുന്നതിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് കമ്മീഷൻ നൽകാം എന്ന് പറയുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഞാൻ നേരത്തെ മീനിങ് പറഞ്ഞു അല്ലെ, കൺസൈൻമെന്റ് എന്താണ് മീനിങ് പറഞ്ഞത്? സിംപ്ലി മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആരിൽ നിന്ന് ആരിലേക്കാണ്? ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിനു വേണ്ടി? ഫോർ സെയിൽ ഓൺ കമ്മീഷൻ. അപ്പൊ കമ്മീഷന് വേണ്ടി എന്ത് ചെയ്തു? മറ്റൊരാൾ അവിടെ വിൽപ്പന നടത്തപ്പെടുകയാണ്. അപ്പോ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ. ഒരു വ്യക്തിയിൽ നിന്ന് കുറെ സാധനങ്ങൾ B എന്ന് പറയുന്ന, ഇവിടെ A എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറർ, A എന്ന് പറയുന്ന ഒരു സെല്ലർ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ
ഓണറായ മാനുഫാക്ചറർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറെ തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ഒരാളിലേക്ക് നാം കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ക്ലിയർ ആയി. അപ്പൊ ആ ഡെഫിനേഷൻ ആയ ഒരു മീനിങ് മനസ്സിലാക്കി എടുക്കണം നിങ്ങൾ. എന്താണ് കൺസൈൻമെന്റ്? സിംപ്ലി മീൻസ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ സെയിൽ ഓൺ കമ്മീഷൻ. ഫോർ സെയിൽ ഓൺ കമ്മീഷൻ, കമ്മീഷന് വേണ്ടിയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ, ആർക്ക് വേണ്ടിയാണെന്ന് പറയാം. അപ്പൊ ബി എന്ന് പറയുന്ന ആൾ ഈ സെയിൽ നടത്തുന്ന ആർക്ക് വേണ്ടിയാ? ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ ഹൂ സെൻഡ് ദ ഗുഡ്സ്. ആരാണോ ഈ ഗുഡ്സ് സെൻഡ് ചെയ്തു തന്നത്, ആരാണോ ഈ ഗുഡ്സ് സെൻഡ് ചെയ്തു തന്നത്, അയാൾക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു? മറ്റൊരാൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഇദ്ദേഹം ഇവിടെ ക്ലിയർ ആണ്. നമുക്ക് ഓണർ എന്ന് പറയാം. ആരാണ് ഇദ്ദേഹം ഇവിടെ? ഓണർ എന്ന് പറയാം. ഓണർ ഇതിന്റെ ഈ ഉടമയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഓണർ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന കുറെ, ഞാൻ നേരത്തെ പറഞ്ഞ തുണിത്തരങ്ങൾ ബണ്ടിൽ കണക്കിന് എന്ത് ചെയ്തു? ബി എന്ന് പറയുന്ന ബോംബെയിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ കൈമാറുന്നു. അങ്ങനെ ബി എന്ന് പറയുന്ന ആർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്? എ എന്ന് പറയുന്ന ഓണറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സെല്ലറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബി എ എന്ന് വിളിക്കാം? ഏജന്റ് എന്ന് വിളിക്കാം. ബി എ എന്ന് വിളിക്കാം? ഏജന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൻഡ് എ ആൻഡ് ബി എന്ന് വിളിക്കും. നമുക്ക് പറയാം ഇദ്ദേഹം ആരാണ്? ഓണറാണ്. ഇദ്ദേഹം ആരാണ്? ഏജന്റ് ആണ്. അപ്പൊ ഓണർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പ്രിൻസിപ്പാൾ എന്ന് പറയാം. അപ്പൊ ഒരു റിലേഷൻ വളരെ കൃത്യമായിരിക്കുന്നു. അപ്പോ എയും ബിയും തമ്മിലുള്ള ഇവിടെയുള്ള ബന്ധം എന്താന്ന് പറഞ്ഞാൽ എ പ്രിൻസിപ്പിൾ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് വരണം. കൺസൈൻമെന്റ് എന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ എ എന്ന് പറയുന്ന വ്യക്തിയും ബിക്കും രണ്ട് പേരുകൾ നമുക്ക് നൽകാം. ഒന്നാമത്തെ വ്യക്തി എടുക്കാം. എ എന്ന് പറയുന്ന ആൾ ആരാണ്? ഓണർ ആണ്. ഓണർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ മറ്റൊരു പേര് നൽകുകയാണ്. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇടുന്നു കൺസൈനർ. ആരാണ്? കൺസൈനർ എന്നാണ് പേരിടുന്നത്. എന്താണ് കൺസൈനർ എന്ന പേര് വരുന്നത്? അപ്പൊ കൺസൈനർ ആരാണെന്ന് പറഞ്ഞു? ഓണർ ആണ്. ഓക്കെ, ഓണർ ആണ്. അപ്പൊ കൺസൈനർ എന്ന് പറയുന്ന ആരാണെന്ന് മനസ്സിലായി. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യപ്പെടുന്നത്, ആരാണോ ഈ പറയുന്ന ഏജന്റിനെ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഏജന്റിനെ നിയമിച്ചത്, അയാളെയാണ് നാം എന്ത് വിളിക്കേണ്ടത്? കൺസൈനർ എന്ന് വിളിക്കുന്നത്. അപ്പൊ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്താണ്? ആരാണോ ഇവിടെ ഗുഡ്സ് സെൻഡ് ചെയ്യപ്പെടുന്നത്, ആരാണോ ഈ ഏജന്റിനെ നിയമിച്ചിരിക്കുന്നത്, ആ വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? കൺസൈനർ എന്ന് വിളിക്കാം. അദ്ദേഹം ഓണർ ആണെന്ന് കൂടി മനസ്സിലായി. അപ്പൊ എന്താണ് കൺസൈനർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കൺസൈനർ എന്ന് പറഞ്ഞു നോക്കൂ, ദ പേഴ്സൺ ഹൂ അപ്പോയിന്റ് and goods sent to the agent to sell on commission base is called consignor എന്ന് വിളിക്കാം. അപ്പൊ ആരാണ് കൺസൈനർ എന്ന് പറഞ്ഞത്? ആരാണോ ഇവിടെ ഗുഡ്സ് ഈ പറയുന്ന ഏജന്റ് ആയ ബി എ അപ്പോയിന്റ് ചെയ്തത്, അതേപോലെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി സെൻഡ് ചെയ്തിരിക്കുന്നു? ഇവിടെ സെയിൽ നടക്കുവാൻ വേണ്ടി, വിൽപ്പന കൂടുവാൻ വേണ്ടി. ആ സെയിൽ നടക്കുന്നത് വേണ്ടി എന്തായാൽ കൊടുക്കുന്നുണ്ട്? കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ നിയമിക്കുകയും അയാൾക്ക് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ആളെയാണ് നാം എന്ത് വിളിക്കുന്നത്? കൺസൈനർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരും പറഞ്ഞേ, ആരാണ് കൺസൈനർ? ദ കൺസൈനർ എന്ന് പറയുമ്പോൾ സിമ്പിളി മനസ്സിലാക്കിയൊന്നാണ് ദ പേഴ്സൺ ഹൂ അപ്പോയിന്റ് ആൻഡ് ഗുഡ്സ് സെൻഡ് ടു ദ ഏജന്റ്. ആരാണ്? ഗുഡ്സ് സെൻഡ് ടു ദ ഏജന്റ്. എന്തിനു വേണ്ടിയാ? ടു സെൽ ഓൺ കമ്മീഷൻ ബേസിസ് കോൾഡ് എന്ത് വിളിക്കാം? കൺസൈനർ എന്ന് വിളിക്കാം. അപ്പൊ അടുത്ത് നമുക്ക് ഇനി അറിയേണ്ട ആരാണ്? ഈ ബി എന്ന് പറയുന്ന ആളെ പറ്റിയാണ്. അപ്പൊ ബി എന്ന് പറയുന്ന ആൾ ഏജന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് മറ്റൊരു പേര് നമുക്ക് കൊടുക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് കൺസൈനി. എന്താണ്? കൺസൈനി എന്ന് കൊടുക്കാം. ഓക്കെ, കൺസൈനി. കൺസൈനി നമ്മൾ അറിയപ്പെട്ടതാണ് ഏജന്റ് എന്നാണ് വിളിച്ചത്. ഏജന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഏജന്റ് ആവുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആരാണ് കൺസൈനി എന്ന് പറയുന്നത്? ആർക്കാണോ ഈ ഗുഡ്സ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ആൾ കൺസൈനർ ആണ്. അദ്ദേഹം അപ്പോയിന്റ് ചെയ്തതും ഗുഡ്സ് സെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. അങ്ങനെയാണ് തിരിച്ചു പറഞ്ഞ് എങ്ങനെ പറയാം? നമുക്ക് ഈ കൺസൈനി ആരാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആർക്കാണോ ഈ ഗുഡ്സ് കിട്ടിയിരിക്കുന്നത്, ആർക്കാണോ ഈ ഗുഡ്സ് ലഭിച്ചത്, ആ വ്യക്തിയെയാണ് നാം എന്ത് വിളിക്കേണ്ടത്? കൺസൈനി എന്ന് വിളിക്കാം. അപ്പൊ കൺസൈനി കുറച്ചുകൂടെ വ്യക്തത വരുത്താം. ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ് ഫോർ സെയിൽ ഓൺ കമ്മീഷൻ ബേസിസ് നോൺ ആസ് എന്ന് വിളിക്കാം? കൺസൈനി എന്ന് വിളിക്കാം. അപ്പൊ കൺസൈനി എന്താണ്? ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ്. ആരാണോ ഇവിടെ ഈ ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്, അപ്പൊ ആർക്കു വേണ്ടിയാണോ ഈ ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്, അവരെയാണ് നാം എന്ത് വിളിക്കേണ്ടത്? അവിടെ കൺസൈനി എന്ന് വിളിക്കാം. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ്
ഫോർ സെയിൽ ഓൺ കമ്മീഷൻ ബേസ് ഇസ് നോൺ ആസ് എന്ത് വിളിക്കാം, കൺസൈനി എന്ന് വിളിക്കാം. അപ്പൊ രണ്ടുപേരെയാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. ഒന്നാമത്തെ ആളെ കൺസൈനർ എന്ന് വിളിച്ചു, രണ്ടാമത്തെ ആളെ നമുക്ക് കൺസൈനി എന്ന് പറയാം. കൺസൈനർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്, ഓണറാണ്. കൺസൈനി ഇവിടെ ആരാണ്, ഏജന്റ് ആണ്. അത് മാത്രമല്ല പിന്നെ മനസ്സിലാക്കിയ എന്താണ്, ഇവിടെ കൺസൈനർ എന്ന് പറയുന്ന ആള് ആരാണ്, പ്രിൻസിപ്പാൾ ആണെന്ന് പറഞ്ഞു. പ്രിൻസിപ്പാൾ റോളാണ് നിൽക്കുന്നത് ഏജന്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇവിടെ കൺസൈനർ ആൻഡ് കൺസൈനി എന്ന് ചോദിച്ചാൽ എന്ത് പറയണം നമ്മളവിടെ, അവിടെ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പാൾ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ആണ്. എന്ത് റിലേഷൻഷിപ്പ് ആണുള്ളത്, പ്രിൻസിപ്പാൾ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോ ഇവിടെ ഒരു സ്വാഭാവികമായ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകാം. സെയിൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് എടുക്കാം. സെയിൽ നിങ്ങൾ കേൾക്കുന്നത് അല്ലെ, നമുക്ക് സെയിൽസ് എടുക്കാം. എന്താണ് സെയിൽസും കൺസൈൻമെന്റുമായിട്ടുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്? നോക്കുക, ഇവിടെ കൺസൈനർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഒരു ഉടമയാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഈ തുണിത്തരങ്ങൾ മാനുഫാക്ചർ ചെയ്തൊരു കൺസേൺ ആണ്. അവർ അവരുടെ പ്രോഡക്റ്റുകള് ഈ പറയുന്ന അവരുടെ കുറെ തുണിത്തരങ്ങൾ ബണ്ടില് കണക്കിന് ഈ പറയുന്ന ബി എന്ന് പറയുന്ന കൺസൈനി എന്ന ഏജന്റിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ കൺസൈനർ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ പൊസഷൻ റൈറ്റ് മാത്രം, കൈവശം വെക്കാനുള്ള അവകാശവും അത് വിറ്റഴിക്കാൻ വേണ്ടിയുള്ള അവകാശവും മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്, കൺസൈനിയാകുന്ന ഏജന്റിന് കൊടുക്കുന്നത്. അതിനർത്ഥം ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ആരിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നില്ല, കൺസൈനറിൽ നിന്ന് കൺസൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾ നേരത്തെ സെയിൽ എന്ന് പറയുന്ന ഭാഗം പഠിച്ചിട്ടുള്ളതാണ്. സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയുന്നതുമാണ്. എന്നാൽ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ഉൾപ്പെടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്, സെയിൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു ഓണർ അല്ലെ, അവിടെ നമുക്ക് സെല്ലർ എന്ന് വിളിക്കാം. സെല്ലർ എന്ന് പറയുന്ന വ്യക്തി ബയറിലേക്ക് എന്ത് ചെയ്യാണ്, ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ആണ് കൈമാറുന്നത്. അപ്പൊ വളരെ ക്ലിയർ ആണ്, സെയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കൈമാറുകയാണ്, ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ്, ഓണർഷിപ്പ് ആണ് ആരിലേക്ക് കൈമാറുന്നത്, സെല്ലറിൽ നിന്ന് ബയറിലേക്ക് കൈമാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെല്ലറും ബയറുമായിട്ടുള്ള സെയിൽസിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് വരാറുണ്ട്. എന്ത് വരാറുണ്ട്, ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. റിയൽ ഓണർ എന്ന് പറയുന്നത് എപ്പോഴും സെല്ലറിന്റെ കയ്യിൽ നിന്ന് ആ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ബയറിലേക്ക് കൈമാറിയാൽ പിന്നീട് ബയർ ആണ് അതിന്റെ പൂർണ്ണമായ അവകാശം ഉള്ള വ്യക്തി എന്ന് പറയാം. അപ്പൊ അത് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. സോ ഇത് തമ്മിലുള്ള ഏറ്റവും മേജർ ഡിഫറൻസ്. കൺസൈൻമെന്റിലേക്ക് വരുമ്പോൾ പ്രത്യേകത, ഇവിടെ രണ്ട് വ്യക്തികളാണുള്ളത്. ഓക്കെ, ആ രണ്ട് വ്യക്തികൾ ആരൊക്കെയാ, വൺ ഓഫ് ദ പേഴ്സൺ കൺസൈനർ ആൻഡ് അനദർ വൺ കൺസൈനി. കൺസൈനർ ആൻഡ് കൺസൈനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, ഒരു ഏജന്റ്, ഇവിടെ വളരെ ക്ലിയർ ആണ്, പ്രിൻസിപ്പാൾ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് ആണ്. ബിക്കോസ് എന്താണ് കാരണം എന്ന് പറയുന്നത്, ഈ കൺസൈനർ ഒരിക്കലും ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ആരിലേക്ക് കൈമാറുന്നില്ല, ഈ പറഞ്ഞ കൺസൈനിലേക്ക് കൈമാറുന്നില്ല. ഇനി നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന കൺസൈനറെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഗുഡ്സ് കൊടുക്കുമ്പോൾ സെൻഡ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തൊക്കെ എക്സ്പെൻസുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ് അല്ലെ, ഒന്നെന്താണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. ഞാൻ എഴുതുകയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ടാകാം. അപ്പൊ ഒന്നാമത്തെ എന്താണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാകാം. ഓക്കെ, ആ നമ്പർ 2 എന്ന് പറയുന്നത് നോക്ക്, ഇവിടെ രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, ഈ ഗുഡ്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് ലോഡ് ചെയ്യപ്പെടണം. അവിടെ നമുക്ക് പറയാം ലോഡിംഗ് എന്ന് പറഞ്ഞു വരാം. അതുപോലെ ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അല്ലെ, കയറ്റിറക്കുമതിക്ക് വേണ്ടി ചെലവാകുന്നുണ്ട്. അതേപോലെ അടുത്തതിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. എന്താ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ട്രാൻസിറ്റ് ചെലവാകാറുണ്ട്. അതേപോലെ അതിനുവേണ്ടി ഇൻഷുറൻസ് പോലായ കുറെ പണം ചെലവാകാറുണ്ട്. അതേപോലെ നമുക്കറിയാം പിന്നീട് ഡ്യൂട്ടി ആൻഡ് ടാക്സ് ഒക്കെ ഇവർക്ക് ചെലവാകുന്ന പണമാണ്. അതേപോലെ പിന്നെ അതർ എക്സ്പെൻസ്, കുറെ ഉണ്ട് എക്സ്പെൻസുകൾ, അതർ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയുന്ന പോലെ ആര് ചെലവാകുന്നതാണ്, കൺസൈനർ എന്ന് പറയുന്ന വ്യക്തിക്ക് ചെലവാകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലോഡിംഗ്, ഫ്രൈറ്റ്, ട്രാൻസിറ്റ്, ഇൻഷുറൻസ്, ഡ്യൂട്ടി, ടാക്സ്, അതർ എക്സ്പെൻസ്, ഇവയെല്ലാം ആർക്കുണ്ടാകുന്നതാണ്, ഈ കൺസൈനറിന് ഉണ്ടാകുന്നത്. കൺസൈനർ എപ്പോഴാണ് ഉണ്ടാകുന്നത്, കൺസൈനർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കൺസൈനിയാകുന്ന ഏജന്റിന്റെ ഗോഡൌൺ വരെ എത്തുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും ഉണ്ടാകാറുണ്ട്. നേരിട്ടുണ്ടാകുന്ന ചിലവ് ആർക്ക്, കൺസൈനറിന്. ഇനി ഗോഡൌണിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസൈനി അവിടെ ചില ചിലവുകൾ വഹിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം അവിടെ എന്താ ചിലവുകൾ വഹിക്കേണ്ടി വരുന്നത്. ഒന്നാമത്തെ അവിടെ നോക്കാമെങ്കിൽ നമുക്ക് പറയാം പ്രധാനമായിട്ടും അവിടെ വരുന്ന അൺലോഡിംഗ് ആണ് അല്ലേ, അൺലോഡിംഗ്. അതുപോലെ തന്നെ ഫ്രൈറ്റ് ഒരു ചെലവാണ്. അൺലോഡിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത് പോലെ ഫ്രൈറ്റ്, അവിടെ ലോഡ് തിരിച്ച് ഇറക്കി വെക്കുന്നതിനും അതിന്റെ കയറ്റിറക്കുമതി കൂലിക്ക് വേണ്ടി ചെലവ് ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ
ഡ്യൂട്ടി ആൻഡ് ടാക്സ് എന്ന് പറയുന്നവർക്ക് ഉണ്ടാകാം, ഡ്യൂട്ടി ആൻഡ് ടാക്സ് ഉണ്ടാകാം. അതുപോലെ കൺസൈനി വേണമെങ്കിൽ ഇത് വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാലറി അല്ലെങ്കിൽ കമ്മീഷൻ, മറ്റെന്തെങ്കിലും കമ്മീഷനൊക്കെ അദ്ദേഹം കൊടുക്കാം. അതുപോലെ ഇത് വിറ്റഴിക്കുന്നതിന് വേണ്ടി അഡ്വർടൈസ്മെന്റുകൾ അദ്ദേഹം നൽകാം. അതുപോലെ തന്നെ ഈ ഗോഡൌണിന് വേണ്ടി ഇൻഷുറൻസ് ഓൺ ഗോഡൌണിന് വേണ്ടി കുറെ പണം ചെലവാകാറുണ്ട്. അതർ എക്സ്പെൻസ്, ഒരുപാട് മറ്റുള്ള ചെലവുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ചെലവുകൾ ആർക്കും ഉണ്ടാകാറുണ്ട്, കൺസൈനിക്ക് ഉണ്ടാകാറുണ്ട്. ഇനി ഒരു ചോദ്യം നമ്മൾ മേജർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? അപ്പോ ഇതെല്ലാം ഇവർക്ക് ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ? എന്തിനാണ് കൺസൈനർ പ്രവർത്തിക്കുന്നത്? ഓണർ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അത് നമ്മൾ വളരെ കൃത്യം അറിയണം. വർക്ക്സ് അല്ലെ, വർക്ക്സ് ഫോർ എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റിന് വേണ്ടിയാണ്. ഒരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്? കൺസൈനർ എപ്പോഴും എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്? പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ കൺസൈനി എന്ന് പറയുന്ന ആൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്? നമുക്കറിയാം, വർക്ക്സ് ഫോർ കമ്മീഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തിനു വേണ്ടിയാണ്? കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോ നമ്മൾ കൺസൈനർ ആരാണെന്നും കൺസൈനി ആരാണെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു. അവർ പ്രവർത്തിക്കുന്നത് കൺസൈനർ വർക്ക്സ് ഫോർ പ്രോഫിറ്റ് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഇദ്ദേഹം എന്താണ്? കമ്മീഷന് വേണ്ടി, കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഒരു കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഇപ്പൊ സെയിൽ ഉദാഹരണം പറയാണ്, നീ ഒരു 5% കമ്മീഷൻ എടുക്കുക. നീ വിറ്റഴിക്കപ്പെടുന്ന സെയിലിന്റെ 5%. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50,000 രൂപയുടെ സെയിൽ നടന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ 5% എന്ന 5% കമ്മീഷൻ എന്ന് പറയാൻ നമുക്കറിയാം 2,500 രൂപയായിരിക്കും അവിടെ അയാൾക്ക് കമ്മീഷൻ കിട്ടുന്നത്. 50,000ന്റെ 5% എത്രയാണ്? 2,500 രൂപയായിരിക്കും ഇവിടെ കൺസൈനിക്ക് കമ്മീഷൻ കിട്ടുന്നതെന്ന് പറയാം. ഇത്തരത്തിൽ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഏജന്റുകളെ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നതാണ്. ഏജന്റുകളെ നിയമിച്ചിട്ട് ആ ഏജന്റിന് ഗുഡ്സ് സെൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അത്തരം ബിസിനസ്സുകളെയാണ് നമ്മൾ കൺസൈൻമെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കാമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് മെറ്റീരിയലും ലോഡിങ്ങും ഫ്ലൈറ്റ്, ട്രാൻസിറ്റ്, ഇൻഷുറൻസ്, ഡ്യൂട്ടി, ടാക്സ്, അതർ എക്സ്പെൻസ് ഇവയെല്ലാം എടുക്കാമെങ്കിൽ ഇവയ്ക്കെല്ലാം ഉള്ള ഒരു സ്വഭാവമുണ്ട്. എന്താണ് സ്വഭാവം? നമുക്ക് രണ്ട് കാര്യം എടുക്കാം. ഒന്ന് ആവർത്തിക്കുന്നത്, മറ്റൊന്ന് ആവർത്തിക്കാത്തത്. ആവർത്തിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്കറിംഗ് എന്ന് വിളിക്കുന്നു. റെക്കറിംഗ് എന്ന് വിളിക്കുന്നു. ആവർത്തിക്കാത്തതിനെ നമ്മൾ നോൺ റെക്കറിംഗ് എന്ന് വിളിക്കുന്നു. ഇവിടെ കൺസൈനറെ സംബന്ധിച്ചിട്ട് അയാൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് ഏജന്റുകൾക്ക്, കൺസൈനികൾക്ക് എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഏജന്റുകൾക്ക് സെൻഡ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചിലവുകളെല്ലാം ഒറ്റത്തവണ മാത്രം ഉണ്ടാകുന്നതാണ്, ആവർത്തിക്കാത്തതാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആകട്ടെ, അല്ലെങ്കിൽ ലോഡിങ്ങും ഫ്ലൈറ്റും ട്രാൻസിറ്റും ഇൻഷുറൻസും ഡ്യൂട്ടിയും ടാക്സും ഒക്കെ തന്നെയും എന്താണ്? വീണ്ടും ആവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഇവയെ നോൺ റെക്കറിംഗ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. ഇത് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനി മുന്നോട്ട് പോകാൻ നേരത്തെ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഈ നോൺ റെക്കറിംഗ് എന്ന് പറയുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ നോൺ റെക്കറിംഗ് എന്ന് പറയുന്നത്? ആവർത്തിക്കാത്ത, ഒറ്റത്തവണ മാത്രം ഉണ്ടാകുന്ന ഇത്തരം ചെലവുകൾ എന്ന് വിളിക്കാം നോൺ റെക്കറിംഗ്. അപ്പൊ കൺസൈനർക്ക് ഉണ്ടാകുന്ന എല്ലാ ചിലവുകളും എന്താന്ന് പറയാം? നോൺ റെക്കറിംഗ് ആയിരിക്കാം. കാരണം എന്താ? അവൻ ഗുഡ്സ് ഉൽപ്പാദിപ്പിച്ച് ആരിലേക്ക് കൊടുക്കുകയാണ്? കൺസൈനിയിലേക്ക് കൊടുക്കുന്നു, ഏജന്റിലേക്ക് കൊടുക്കുന്നു. ഏജന്റിന്റെ ഗോഡൌൺ വരെ എത്തുന്നത് വരെയുള്ള മുഴുവൻ ചിലവ് സംഭവിക്കുന്നതാണ്. ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അത് നോൺ റെക്കറിംഗ് ആയ എക്സ്പെൻസ് ആണ്. എന്നാൽ നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടേക്ക് കൺസൈനിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? കൺസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ആ പറയുന്ന ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് പരിഗണിക്കാം. ആദ്യത്തെ രണ്ടെണ്ണം നോക്കി, ഒന്ന് അൺലോഡിംഗ് ആണ്. അപ്പൊ അൺലോഡിംഗ് ആയാലും ഫ്ലൈറ്റ് ആണെങ്കിലും ഡ്യൂട്ടി ആണെങ്കിലും ടാക്സ് ആണെങ്കിലും ഇവയൊക്കെ എന്തെന്ന് വിളിക്കാൻ നിങ്ങൾക്ക്? ഇത് ആവർത്തിക്കുന്നില്ല, ഒറ്റത്തവണ. നിങ്ങൾക്കറിയാം, ഗോഡൌണിൽ നിന്ന് വരുന്നു, ഗോഡൌണിലേക്ക് എത്തുന്നു, ഗോഡൌണിൽ എത്തിക്കഴിയുമ്പോൾ അത് അൺലോഡ് ചെയ്യപ്പെടണം. അതുപോലെ അതിന് ഫ്ലൈറ്റ് കൊടുക്കണം, കയറ്റിറക്കുമതി കൂലികൾ കൊടുക്കണം, ഡ്യൂട്ടി, ഒക്ട്രോയ്, ടാക്സ് ഇങ്ങനെയൊക്കെ അടക്കേണ്ടി വരും. ഇതെല്ലാം ഒരു പ്രാവശ്യം നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കാം? നോൺ റെക്കറിംഗ് എന്ന് വിളിക്കാം. ശ്രദ്ധിക്കണേ, എന്താണ്? നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോ അവിടെ ആർക്കാണ്? കൺസൈനിക്ക് ഉണ്ടായ ഒരു എക്സ്പെൻസ് ഏതാണ്? അവിടെ ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞു, അൺലോഡിങ്ങും ഫ്ലൈറ്റും ഡ്യൂട്ടിയും ടാക്സും ഒക്കെ ആവർത്തിക്കപ്പെടുന്നതല്ല, ഒരു തവണ മാത്രം ഉണ്ടാകുന്നതായതുകൊണ്ട് എന്ത് വിളിക്കാനെ? നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സാലറി നോക്കുക. ഇത്തരത്തിൽ ഏജന്റുകൾ അവരുടെ ഉൽപ്പന്നം കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു. ആ വിറ്റഴിക്കുന്നതിന്റെ സർട്ടൻ പെർസെന്റേജ് ആണ് കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ഏജന്റുകൾ വളരെ ഉത്സാഹത്തിൽ
രൂപത്തിൽ അവർ ബിസിനസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായി അവർ മറ്റാരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കേണ്ടി വരാം. അയാൾക്ക് വീണ്ടും ചെറിയ ഏജന്റുകൾ ഉണ്ടെങ്കിൽ കമ്മീഷൻ കൊടുക്കേണ്ടി വരാം. അതുപോലെ അദ്ദേഹം പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് നൽകണം. അതുപോലെ ഈ ഗോഡൌണിന് ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരും, എക്സെട്ര എക്സെട്ര. അങ്ങനെ ഇഷ്ടം പോലെ രീതിയിലുള്ള ചിലവുകൾ അയാൾക്കുണ്ടാകാം. അയാൾ എവിടെ എടുക്കുന്നു? സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്നു. ഓർക്കണം, കൺസൈനർ തന്റെ ഗോഡൌൺ വരെ എത്തുന്ന എക്സ്പെൻസ് ആണ് നേരിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഇത്തരം ചെലവുകളിൽ ആവർത്തിക്കപ്പെടുന്ന ചെലവുകളുണ്ട്. അതുപോലെ തന്നെ റെന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകാം. നിങ്ങൾ ഇനി പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാകും. സാലറിയും കമ്മീഷനും റെന്റും കേട്ടോ, റെന്റ്, അതേപോലെ അഡ്വർടൈസ്മെന്റ്, ഇൻഷുറൻസ് ഓഫ് ഗോഡൌണ്, ഇങ്ങനെയുള്ള ഈ എക്സ്പെൻസുകളെയൊക്കെ നമുക്ക് വിളിക്കാം ആവർത്തിക്കുന്നതായതുകൊണ്ട് അവയെ എന്ത് വിളിക്കുന്നു? റെക്കറിംഗ് എന്ന് വിളിക്കുന്നു. ഉള്ള ശ്രദ്ധിക്കണേ, റെക്കറിംഗ് എക്സ്പെൻസ് എന്നറിയപ്പെടുന്നു. അപ്പൊ കൺസൈനിക്ക് രണ്ട് രീതിയിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് ഉണ്ടായെന്ന് പറഞ്ഞത്? ഒന്ന്, നോൺ റെക്കറിംഗ് ആയ എക്സ്പെൻസ് ഉണ്ടാകാറുണ്ട്, അതുപോലെ റെക്കറിംഗ് ആയ എക്സ്പെൻസ് ഉണ്ടാകാറുണ്ട്. ഇനി നമുക്കറിയാം, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ കൺസൈനിക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. ഉൽപ്പന്നങ്ങൾ അയാൾ ഗോഡൌണിൽ നിന്ന് എടുത്ത ശേഷം വിൽപ്പനയുമായി ബന്ധപ്പെട്ടു ഒരുപാട് ചിലവുകൾ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ കൺസൈനി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് എന്താ? ഇവിടെ സെയിൽ നടക്കുന്നു. അപ്പൊ വളരെ കൃത്യമായി നമുക്കിവിടെ സെയിലാണ്. ഇവിടെ എൻഡിലേക്ക് വരുമ്പോഴത്തേനും സെയിൽ ആണ് ഉണ്ടാകുന്നത്, കച്ചവടം നടക്കുന്നു. ഓക്കെ, ക്ലിയർ. സെയിൽ ഉണ്ടായി. അങ്ങനെ സെയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു വലിയൊരു എമൗണ്ട് ആർക്കാണ് ലഭിക്കുന്നത്? കൺസൈനിക്കാണ് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഈ ഗുഡ്സിന്റെ ഒന്നും തന്നെ അവകാശി അല്ല ആര്? കൺസൈനി. കൺസൈനിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത് വിറ്റഴിക്കപ്പെടുക, വിറ്റഴിച്ചു വരുന്നതിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് കമ്മീഷൻ അയാൾക്ക് കിട്ടും എന്നതാണ് ബേസ്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം ഉയരുകയാണ് അവിടെ. ഇപ്പോ ഈ ഗോഡൌണിൽ എത്തിയതിനു ശേഷം ഉണ്ടായ നോൺ റെക്കറിംഗും റെക്കറിംഗുമായ ഒരുപാട് എക്സ്പെൻസുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ആര് കൊടുക്കേണ്ടി വന്നു? കൺസൈനി കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ ആ റൂട്ട് വരയ്ക്കുകയാണ്. സെയില്, ഈ സെയിലിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ, അപ്പൊ സെയിലിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കളക്ഷൻ പണമുണ്ട് അല്ലെ? ആ പറയുന്ന മുഴുവൻ കളക്ഷൻ എമൗണ്ടുകളും, കളക്ഷൻ ആയിട്ടുള്ള ആ മുഴുവൻ എമൗണ്ടുകളും എന്ത് ചെയ്യുന്നു? നേരെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അതിങ്ങനെ പതുക്കെ വന്നാൽ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കണം ഇതിനോടൊപ്പം പ്ലസ് ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? ഈ ചിലവുകളെല്ലാം തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു. എന്നിട്ട് മൊത്തമുണ്ടായ സെയില് എത്രയാണോ സെയില്, ആ സെയിലിന്റെ സർട്ടൻ പെർസെന്റേജ് അദ്ദേഹം എന്തോടെ വാങ്ങുന്നുണ്ട്? കമ്മീഷൻ കൂടി എടുക്കുന്നുണ്ട്. ആ കമ്മീഷൻ കൂടി ചേർത്ത് അത്രയും കാര്യങ്ങളെ ഇങ്ങോട്ട് വരുന്നു, അത്രയും കാര്യങ്ങളെ ഇവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ കൺസൈനിക്ക് ഉണ്ടാകുന്ന സെയില്, ആ സെയിലിൽ നിന്ന് എന്തെല്ലാം ചെയ്യാൻ പോവാണ്? അയാൾക്കുണ്ടായ റെക്കറിങ്ങും നോൺ റെക്കറിങ്ങുമായിട്ടുള്ള എക്സ്പെൻസുകളും അതോടൊപ്പം എന്ത് ചെയ്യുന്നു? അയാളുടെ കമ്മീഷനും ഇനിയും വേണമെങ്കിൽ വരാം. എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് അയാൾ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ അഡ്വാൻസ് എമൗണ്ടും കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടിയെടുത്ത് എവിടുന്ന് കുറയ്ക്കും? ഈ സെയിലിൽ നിന്ന് കുറയ്ക്കും. സെയിലിൽ നിന്ന് അങ്ങനെ കുറച്ചു കഴിയുമ്പോ ബാക്കി എന്താണോ വരുന്നത് അതായിരിക്കും ആർക്ക് കൊടുക്കുന്നത്? ഈ പറയുന്ന മണി റിട്ടേൺ അല്ലെ? അവിടെ മണി റിട്ടേൺ ചെയ്യപ്പെടുന്നു. ആർക്കാ റിട്ടേൺ ചെയ്യപ്പെടുന്നത്? കൺസൈനർക്ക് കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. അതിനെയാണ് അക്കൗണ്ട് സെയിൽ എന്നറിയപ്പെടുന്നത്. എന്തറിയപ്പെടുന്നു അതിനെ? ഞാൻ അവിടെ എഴുതാണ്, അക്കൗണ്ട് സെയിൽ എന്ന് വിളിക്കുന്നു. അക്കൗണ്ട് സെയിൽസ് എന്നറിയപ്പെടുന്ന ഒരു ഡോക്യുമെന്റ്, പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. ആർക്ക് സെൻഡ് ചെയ്യപ്പെടും? കൺസൈനി ഇത്രയും ഒരു അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യപ്പെടുമ്പോ അദ്ദേഹത്തിനുണ്ടായ സെയിലിൽ നിന്ന് എക്സ്പെൻസുകളും അഡ്വാൻസുകളും കമ്മീഷനും ഒക്കെ കുറച്ച് ബാക്കി വരുന്ന എമൗണ്ട് ആർക്ക് കൊടുക്കുന്നു? കൺസൈനറിന് കൊടുക്കുന്നു. അപ്പൊ കൺസൈനറിന് കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? അക്കൗണ്ട് സെയിൽസ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഏകദേശം കുറെ ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യപ്പെടുന്നത് അയാൾക്ക് വേണ്ടി ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നു, കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ ഗുഡ്സ് സെൻഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ ഏജന്റിനെ നിയമിക്കപ്പെടുന്ന വ്യക്തിയെ നാം വിളിച്ച പേരെന്താണ്? കൺസൈനർ. മറന്നുപോകല്ലേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്താണ്? ആരാണ് കൺസൈനർ എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം, കൺസൈനിയെ നിയമിച്ച അല്ലെങ്കിൽ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്ത ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന പേഴ്സണെയാണെന്ന് വിളിക്കുന്നത് കൺസൈനർ വിളിക്കുന്നു.
അതുപോലെ ഇവിടേക്ക് വരുമ്പോൾ കൺസൈനി ആരാന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏജന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസൈനി എന്ന് വിളിക്കുന്നത്. ആരാലാണോ അല്ലെ ഇവിടെ ഒരു നിയമിതനായത്, ഒരു ഏജന്റായിട്ട് നിയമിതനായിരിക്കുന്നത്, ആ ഏജന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? കൺസൈനി എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്? കൺസൈനർ എന്ന് പറയുന്ന ആൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്? വർക്ക്സ് ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയാണ്. കൺസൈനിയാണ് വർക്ക്സ് ഫോർ കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അയാൾക്ക് കമ്മീഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത്തരത്തിലെ ഇൻക്രീസിംഗ് ദ മാർക്കറ്റിംഗ് ടെറിട്ടറി വർദ്ധിപ്പിക്കുക, വോളിയം ഓഫ് സെയിലിനെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് ഇത്തരം കൺസൈൻമെന്റുകൾ. ഇത്തരത്തിൽ കൺസൈനർ, ഓണർ, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നു, കമ്മീഷന് വേണ്ടിയാണെന്ന് പറഞ്ഞു. പിന്നീട് ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? കൺസൈനർ എന്ന് പറയുന്ന ആൾ ഓണറാണ്. ഇതിന്റെ ഓണറാണ്, പ്രിൻസിപ്പാളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം കൺസൈനി ആരാണ്? ഏജന്റ് ആണ്. സോ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് കൺസൈനി എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് പ്രിൻസിപ്പാൾ ആൻഡ് ഏജന്റ് റിലേഷൻ ആണ് ഇവർ തമ്മിലുള്ളതെന്നും പറഞ്ഞു. അതിനുശേഷം നമ്മൾ സംസാരിച്ചെന്താ? ഈ കൺസൈനറിന് ഒരുപാട് രീതിയിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകാറുണ്ട്. എവിടം വരെ? തന്റെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് ഈ പറയുന്ന ഏജന്റിന്റെ ഗോഡൌണിലേക്ക് എത്തുന്നത് വരെ, ആ ബൈ ട്രാൻസിറ്റ് വരെ എത്തുന്നത് വരെയുള്ള മുഴുവൻ ചിലവുകളും ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഡയറക്റ്റ് ആയിട്ട് കൺസൈനർ ആണ്. കൺസൈനർ ഉണ്ടാകുന്ന ആ ചിലവുകളെ നമുക്ക് ആദ്യം എന്ത് വിളിക്കുന്നു? ആവർത്തിക്കപ്പെടുന്നില്ല. കാരണം ഒരു വട്ടം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ലോഡിങ്, ഫ്ലൈറ്റ്, ട്രാൻസിറ്റ് ഇൻഷുറൻസ്, ഡ്യൂട്ടി ടാക്സ്, അതർ എക്സ്പെൻസിനെല്ലാം നമ്മൾ നോൺ റെക്കറിംഗ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ആർക്ക് ചിലവുണ്ടാകും? ഗോഡൌണിന് ശേഷം അദ്ദേഹത്തിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ അൺലോഡ് ചെയ്യുന്നതിന് ഫ്ലൈറ്റും, ഡ്യൂട്ടി ടാക്സ് മുതലായ നോൺ റെക്കറിംഗ് എക്സ്പെൻസുകളും, അത് കൂടാതെ അദ്ദേഹത്തിന്റെ സെയിൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സാലറിയും, കമ്മീഷനും, അഡ്വർടൈസ്മെന്റും, റെന്റും, ഗോഡൌണിലെ ഇൻഷുറൻസും, അതർ എക്സ്പെൻസും എല്ലാം റെക്കറിംഗ്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അയാളുടെ എക്സ്പെൻസുകളും ഉണ്ടാകുന്നു എന്നും പറഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന കൺസൈനി എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയറിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ സെയിലും എടുക്കുന്നു. ആ സെയിലിൽ നിന്ന് താഴേക്ക് നമ്മൾ വന്നു. അവിടെ കളക്ഷൻ ഓഫ് എമൗണ്ട്, മുഴുവൻ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന എക്സ്പെൻസ് പ്ലസ് കമ്മീഷൻ, ഇനി അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിയെടുത്ത് എവിടുന്ന് കുറയ്ക്കുന്നു? ഈ സെയിൽസിൽ നിന്ന് കുറച്ച് ബാക്കി വരുന്ന എമൗണ്ട് മണി റിട്ടേൺ ടു ആർക്കാ കൊടുക്കുന്നത്? കൺസൈനർ കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നാം തയ്യാറാക്കുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെയാണ് വിളിക്കുന്നത് അക്കൗണ്ട് സെയിൽസ് എന്ന് വിളിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് ഇതിന്റെ പ്രോബ്ലങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൺസൈൻമെന്റ് എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇതിന്റെ ഒരു ഐഡിയ ക്ലിയർ ആവും. നമ്മൾ സാധാരണ തിയറി നോക്കി ഇങ്ങനെ പഠിച്ചു പോകുന്നതിനേക്കാൾ കുറച്ചും കൂടെ വ്യക്തത വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്താണ് കൺസൈൻമെന്റ്? ഇനി നമ്മൾ പഠിക്കാൻ വളരെ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ ഇവിടെ നിന്നാണ് ഈ അടുത്ത് തുടങ്ങുന്നത്. അക്കൗണ്ട് സെയിൽ എങ്ങനെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാം, അതിന്റെ ജേണൽ എൻട്രികൾ എങ്ങനെയാണ് ഇതിനൊക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വളരെ പ്രധാനമായ ചോദ്യം വരുന്നത് എന്തുകൊണ്ട് നോൺ റെക്കറിംഗും നോൺ റെക്കറിംഗ് എക്സ്പെൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുന്നത് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ആദ്യം തന്നെ വേണം. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കമ്മീഷൻ കൊടുക്കുന്നതാണ്. കമ്മീഷൻ ഇനി നമ്മൾ പുതിയ ചില കമ്മീഷനെ പറ്റിയൊക്കെ പഠിക്കും. ഇവിടെ അറിയേണ്ട കാര്യം ഈ ട്രാൻസിറ്റിൽ ഉണ്ടാകുന്ന ഇങ്ങനെ ഗുഡ്സ് വഴി മധ്യേ ഉണ്ടാകുന്ന നഷ്ടമോ അല്ലെങ്കിൽ ഈ പറയുന്ന കൺസൈനിക്ക് ഉണ്ടാകുന്ന മറ്റൊരു നഷ്ടമാണ് ബാഡ് ഡെറ്റ്സുകൾ ഉണ്ടാകാം. നമുക്കറിയാമല്ലോ, ഒരുപാട് സെയിൽ നടക്കുമ്പോൾ പണം കിട്ടാതെ ഇരിക്കുകയൊക്കെ, അതാണ് ബാഡ് ഡെറ്റ്, കിട്ടാക്കടങ്ങൾ ഉണ്ടാകാം. അത്തരം ബാഡ് ഡെറ്റുകളോ അത് ലോസ് ഓൺ ട്രാൻസിറ്റിൽ ഉണ്ടാകുന്ന ലോസോ ഇങ്ങനെയുള്ള ഈ നഷ്ടങ്ങളെല്ലാം ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം ആ എക്സ്പെൻസുകളെല്ലാം മെറ്റ് ചെയ്യേണ്ടത് ആരാണ്? കൺസൈനർ ആണ്. ബിക്കോസ് കൺസൈനർ ആണ് ദ റിയൽ ഓണർ. അവിടെ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് എപ്പോഴും ആരുടെ കയ്യിലാണ്? കൺസൈനർ കയ്യിലാണ്. എപ്പോൾ വേണമെങ്കിലും റീപ്രോസസ് ചെയ്യാൻ വേണ്ടിയുള്ള അവകാശം, അറ്റ് എനി ടൈം റീപ്രോസസ് ചെയ്യാൻ വേണ്ടിയുള്ള അവകാശം ആർക്കുണ്ട്? കൺസൈനറിനുണ്ട്. ബിക്കോസ് ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ്സ് എ റിയൽ ഓണർ. ഇയാളാണ് ഓണർ. അവിടെ ഒരു ഏജന്റ് മാത്രമാണ്, ഓൺലി ആൻ ഏജന്റ്. അവിടെ പൊസിഷൻ റൈറ്റ് ആണ്, അദ്ദേഹം കൈവശം വെക്കുന്നു. ആ ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ എക്സ്പെൻസുകളൊക്കെ തന്നെ കൺസൈന് കൊടുത്തിട്ടുണ്ട് എങ്കിലും അത് ആരിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്? അവസാനം സെയിൽസിൽ നിന്ന് എടുത്തതിന് ശേഷം മാത്രമേ, കമ്മീഷനും എടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് കൊടുക്കത്തുള്ളൂ? കൺസൈനർ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസിനെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. കൺസൈൻമെന്റ് എന്താണ്? തുടർന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു.
വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൃത്യമായ നിങ്ങൾക്ക് ഇതിന്റെ കമന്റുകളിലൂടെ ഒക്കെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുക. ആ ഡൗട്ടുകളെല്ലാം നമ്മൾ കമന്റിൽ വന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എല്ലാ കൂട്ടുകാരോടും പറയണം നമ്മുടെ ഒരു ബികോമിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു നിർത്തുന്നു. സൈനിങ് ഓഫ്, ജേക്കബ് തിരുപുരത്ത്.